സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറബിൻ്റെ വിധികളും വിലക്കുകളും കഴിവതും മൊഴി ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് പതിപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബ് അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ പവിത്രവും പരിശുദ്ധവുമായ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ്. മുസ്ലിം ലോകം ഒന്നടങ്കം വിശുദ്ധ റമദാനിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. അല്പമെങ്കിലും ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ അവൻ അങ്ങേറ്റം പ്രചോദകമായ, ഭയങ്കരമായി ഉത്സാഹം പകരുന്ന ഒരു വലിയ അനുഭവമാണ്. പടച്ചറബ് നമ്മളുടെ തൊട്ട് ചാരത്തെത്തിയിട്ടുള്ള ആ വിശുദ്ധ റമദാനിലേക്ക് നല്ല ആരോഗ്യവാന്മാരായി ഈമാനികമായ ആവേശത്തോടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു സമയമാണിപ്പോൾ. മനുഷ്യൻ്റെ ഒരു പൊതു പ്രകൃതമാണ് കാര്യപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിനും അങ്ങനെ ഉണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനും അതിൻ്റെ ഗൗരവം അനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ വീട്ടിൽ കല്യാണം വന്നാൽ വലിയ തയ്യാറെടുപ്പാണ്. കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതിനോടനുബന്ധമായ കുറേ സംഗതികളൊക്കെ ഉണ്ടാവും. ഡ്രസ്സ് എടുക്കൽ, ആഭരണങ്ങൾ വാങ്ങൽ, അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ മെയിൻ്റനൻസ്, കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. ആ ഓരോരുത്തരും ആവുന്നത് പോലെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക, ഭംഗിയുള്ളതാക്കണം. അതാണ് മനോഹരമായി ഒന്നാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും ആവുന്നത് പോലെ. പിന്നെ അതിനെക്കുറിച്ച് ആ ചിന്ത മുഴുവൻ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക്. ഒരു വീട് പണിയാൻ തീരുമാനിച്ചാൽ പടച്ച തമ്പുരാനെ, പിന്നെ അതിൻ്റെ പിന്നാലെ എത്ര കാലമാണ് അതിനൊരു തയ്യാറെടുപ്പാണ്. കാരണം കാര്യപ്പെട്ട ഒരു കാര്യം ഒരു ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കേണ്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണല്ലോ. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു പ്രകൃതമാണ് ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെറിയൊരു കാര്യവുമല്ല. അങ്ങനെ തന്നെ വേണമെന്നാ വളരെ ആസൂത്രിതമായും ബോധപൂർവവും മനോഹരമാക്കിയ ഒരു കാര്യത്തെ ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടത് തന്നെയാണ്. അത് ആരാധനാകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഉണ്ട്. ജിഹാദിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലെ, വെറുതെ പോയി ജിഹാദ് നിർവഹിക്കാൻ കഴിയില്ലോ. യുദ്ധത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പ്രത്യേകം പറയുന്നുണ്ട്. വഅഇദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ, സാധ്യമാകുന്ന എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ പറയുന്നുണ്ട്. തയ്യാറെടുക്കണം. ഒന്നാമത്തെ നിബന്ധനയും കൂടിയാണത്. അല്ലാതെ അള്ളാഹുവിൽ തവക്കുലാക്കിയിരുന്നു നടക്കണ പോലെ നടക്കട്ടെ എന്ന പരിപാടിയൊന്നുമില്ല. അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഈ സൂറത്ത് തൗബയിൽ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം, ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഒരു സംഗതിയുണ്ട്. കുറെ ആളുകൾ അതിന് പുറപ്പെട്ടില്ല, കുറെ ആളുകൾ പോയില്ല, ചിലർക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ അവിടെ ഉണ്ടായി. ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് കടക്കല്ല. അത് പറയുന്നിടത്ത് പ്രത്യേകം പറയുന്നുണ്ട്, വലോ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദതൻ, അവർ പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവരതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയേനെ. അവരതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതേ വന്നിട്ട് പുറപ്പെടുന്ന ദിവസം വന്നിട്ട് ഓരോ കാരണങ്ങളൊന്നും പറയുന്നു, അവർ നേരത്തെ ചെയ്തിട്ടില്ല. അപ്പൊ അത് വലിയ കുറ്റമായിട്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ഒരു കാര്യത്തിന് വേണ്ടി അതിന് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനു വേണ്ട ഒരു നിലയ്ക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഒരു വീഴ്ചയും സംഭവിക്കാതിരിക്കാൻ നല്ല തയ്യാറെടുപ്പ് നടത്തണം എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ തയ്യാറെടുപ്പ് നടത്തിയിട്ടും ഇനി ഒരാൾക്ക് അത് കിട്ടാതെ പോകും. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. ഭയങ്കരമായ മാനസികമായ തയ്യാറെടുപ്പൊക്കെ നടത്തി. പക്ഷെ എന്ത് ചെയ്യാനാ, അള്ളാഹുവിൻ്റെ തീരുമാനം അതിന് കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചു. അഹ്സാബ് യുദ്ധത്തിനെ കുറിച്ച് പറയുന്നിടത്തും ഇതെല്ലാറ്റും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പറഞ്ഞതാ. അവിടെയും പറയുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് ഒരു മാനസികമായിട്ടൊക്കെ ഭയങ്കര തയ്യാറെടുപ്പൊക്കെ നടത്തി, ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും പൈസയൊന്നും ശരിയായില്ല. അതിന് കുറേ ഇത് വേണമല്ലോ. അതിന് യാത്ര ചെയ്യാൻ വാഹനം വേണം,
സൗകര്യങ്ങൾ വേണം, ഒക്കെ നോക്കിയിട്ടും കിട്ടിയില്ല. അങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്. അവരെ സമാശ്വസിപ്പിക്കുന്നുണ്ട് പടച്ചതമ്പുരാൻ. അവരങ്ങനെ അതിനു വേണ്ടി ഖുർആൻ പറയുന്നു, വല അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹു. ഒരു റസൂലിനോടൊന്നും പറയാം, അല്ലാഹുവിന്റെ റസൂലേ വാഹനമൊന്നും ഇല്ലല്ലോ, അങ്ങനെ യാത്ര ചെയ്യും, എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഭയങ്കര വിഷമത്തിലാ സംസാരം. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, അതിനിപ്പോ അസാധ്യമാണ് എന്ന് പറയുന്ന സമയത്ത് തവല്ലവ അഈനുഹും തഫീദു മിനദ്ദം, കണ്ണുകൾ നിറഞ്ഞൊഴുകി കരഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് പിരിഞ്ഞു പോയത്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ചിലർക്ക് കഴിയില്ല. ഇപ്പൊ നമ്മള് റമദാന് വേണ്ടിയൊക്കെ തയ്യാറെടുപ്പൊക്കെ നടത്തിയെങ്കിലും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് വിശുദ്ധ റമദാനിലേക്ക് അല്ലെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തണം. ചിലപ്പോ ജീവിതത്തിൽ ഒടുവിലെ റമദാൻ ആയിരിക്കും ഈ കടന്നു വരുന്ന റമദാൻ, നമുക്ക് അറിയില്ല. അതുകൊണ്ട് അതങ്ങനെ വേണോ എന്റെ സംഗതി അതാ. പക്ഷെ ചില ആള് ഒരു ഹദീസിൽ അങ്ങനെ പരാമർശം ഉണ്ട് കേട്ടോ. ചില ആളുകളുണ്ട് റമദാൻ വരുന്നതിന് മുമ്പേ റമദാന്റെ പ്രതിഫലം ലഭിക്കുന്ന മനുഷ്യർ. റമദാൻ വന്നിട്ടില്ല, കാരണം അത്ര ഭയങ്കരമായ ആഗ്രഹം, അവരുടെ തയ്യാറെടുപ്പ്, അവരുടെ പ്രാർത്ഥന. പടച്ചവൻ അതങ്ങോട്ട് സ്വീകരിച്ചിട്ടേ വല്ലാത്ത മനുഷ്യര്. റമദാൻ വരുന്നതും ആളുകളും മരിച്ചുകൊണ്ടുണ്ടാവും. റമദാന്റെ കൂലികോട്ടാണ് അവർ പോയത്. അമ്മാതിരി ആഗ്രഹത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. തയ്യാറെടുപ്പാ, മാനസികമായ തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഗസാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ ഹൃദയാവർജകമായ ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഒരു ഭാഗത്ത് സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിച്ച ആളുകളുണ്ട്, മറുഭാഗത്തോ കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ട മനുഷ്യരുണ്ട്. മാനസികമായ തയ്യാറെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ശരിയായ നീയത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ തയ്യാറെടുപ്പ് യുദ്ധാവസരത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മള് എല്ലാ സന്ദർഭങ്ങളിലും ഈ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നമസ്കരിക്കാൻ നമ്മൾ വന്നു, ഇപ്പൊ ഈ പള്ളിയിലേക്ക് വന്നില്ലേ, അല്ലെ ഓരോ ഭാഗത്ത് നമ്മൾ നമസ്കരിക്കട്ടെ. എന്തുമാത്രം വലിയൊരു തയ്യാറെടുപ്പ് നടക്കണില്ലേ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അതൊക്കെ കേട്ടോ. പള്ളി ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മളൊന്ന് ഉണർത്തുകയാണ്, തയ്യാറെടുക്കാൻ പറയാണ്. അത് എന്ത് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്? പലതരം പണികളിലും ജോലികളിലും എല്ലാവരും എല്ലാം നല്ലതാണ് കേട്ടോ. അത് നമുക്ക് വേറെ ഒന്നും ഒരിക്കൽ പറയേണ്ട ഒരു കാര്യമാണ്. ഈ തൊഴിലിന്റെ മഹത്വം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല, നല്ല കാര്യം. അല്ലാഹു തആല നമ്മളെല്ലാവരുടെയും എല്ലാ ഇടപാടുകളിലും ബർക്കത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് ധാരാളം വേണ്ടത് തന്നെയാണ്. അത് നമുക്ക് പിന്നീട് മറ്റൊരിക്കൽ പറയേണ്ടത്. ഞാൻ പറഞ്ഞ അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലാണ് എല്ലാ മനുഷ്യരും ഉള്ളത്. അതിനിടയ്ക്കാണ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയാണ്, സമയമായിട്ടുണ്ട് കേട്ടോ, സമയമായിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിനക്കറിയില്ലേ, എല്ലാറ്റിനേക്കാളും വലുത് അല്ലാഹു അല്ലേ, നമ്മുടെ റബ്ബ്. ഓർമ്മപ്പെടുത്താ. അപ്പൊ അള്ളാഹുലേക്ക് വരികയാണ്, പിന്നെ ഷഹാദത്ത് പറയാണ്. അപ്പൊ ഷഹാദത്തിന്റെ പൊരുളിലേക്കൊക്കെ വന്ന് കണ്ടോ, മാനസികമായി ഭയങ്കര തയ്യാറെടുപ്പ് യഥാർത്ഥത്തിൽ നടക്കണമെന്നാ. പക്ഷെ നമ്മളിപ്പോ ഭയങ്കര അലസരാണ് കേട്ടോ. ബാങ്ക് കേൾക്കുമ്പോഴും അതിന്റെ ഗൗരവത്തിലൊന്നുമല്ല, മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു അല്ലാതെ. അതിനിടയ്ക്ക് ചിലപ്പോൾ ആരും പറഞ്ഞാലായി, അത്ര ഉള്ളതിന്റെ കാര്യം. അതൊന്നും ഗൗരവപ്പെട്ട കാര്യം അല്ലാതായി മാറിയിട്ടുണ്ട് ഇപ്പൊ ജീവിതത്തിൽ. അങ്ങനെ ആവാൻ പാടില്ലാത്ത. ഇനി അത് കഴിഞ്ഞാലോ, ബാങ്ക് കഴിഞ്ഞു. ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലേ? ഒദു ചെയ്യണം, ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയുള്ളതായിരിക്കണം അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം 5 നേരമുള്ള നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വരുന്നത്. ഒരു ദിവസം 1 നേരമല്ല, 5 നേരമാ. ഈ 5 നേരം ഈ തയ്യാറെടുപ്പ് നടത്താണ്ട് ഒരു മോമിൻ. അപ്പൊ നിരന്തരം ഈ തയ്യാറെടുപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ചുള്ള വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നിന്ന് യാത്ര പുറപ്പെടേണ്ട ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇത് മുഴുവനും. ഈ തയ്യാറെടുപ്പും ഈ പരിപാടിയൊക്കെ എന്തിനുള്ള തയ്യാറെടുപ്പാണ്? ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകാനുള്ള ആ ദിനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കണം എല്ലാവരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ തയ്യാറെടുപ്പുകളിലാണ്. പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സക്കാത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ടേ? സക്കാത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ട ഒരാൾ ഒരു കൊല്ലം മുഴുവൻ നീണ്ടിരിക്കാൻ തയ്യാറെടുപ്പ്. അതിന്റെ കണക്ക് നോക്കണം, കാര്യങ്ങൾ. മറ്റവനിക്കൊന്നും അറിയില്ല, അവനിക്കെന്ത് തയ്യാറെടുപ്പ്? അവനിക്ക് ഈ പരിപാടിയില്ല. അവന് കച്ചവടം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. റമദാന് ആയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല 500 1000 എന്തെങ്കിലും കൊടുത്താലായി കഴിഞ്ഞു. ഇങ്ങനെയല്ല പരിപാടി. അത് വലിയ തയ്യാറെടുപ്പ് വേണ്ട ഒരു പരിപാടിയാ സക്കാത്ത്. അതിനെക്കുറിച്ച് അറിയണം, അത് തയ്യാറെടുപ്പാണ്. അറിവൊരു തയ്യാറെടുപ്പാണ്. അത് കഴിഞ്ഞാലോ പിന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അയാൾ ചെയ്യണം. കണക്കുകൾ നോക്കണം, കൃത്യപ്പെടുത്തണം, ചെലവുകളൊക്കെ രേഖപ്പെടുത്തി വെക്കണം.
എല്ലാം കഴിഞ്ഞ് വർഷാവസാനം എന്റെ സക്കാത്തിനെ കുറിച്ചുള്ള കണക്കയർക്കുണ്ടാകണം. നീണ്ട ഒരു തയ്യാറെടുപ്പിന് ഒടുവിലാണ്. നമ്മുടെ ഇടയ്ക്ക് ആ പരിപാടി തീരെയില്ലാത്തൊരു സംഗതിയാണ്. അങ്ങനെ തയ്യാറെടുപ്പൊന്നുമില്ല. ഭൂരിപക്ഷത്തിനും 99% അങ്ങനെ പരിപാടികളൊന്നുമില്ല. അതങ്ങനെ വരുമ്പോൾ റമദാൻ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ കൊടുത്ത്. അപ്പൊ സക്കാത്തായിരുന്നു മൂപ്പരിങ്ങനെ വിചാരിക്കുകയാണ്. ആ വിചാരം കൊണ്ട് സക്കാത്താവില്ലല്ലോ. നമ്മൾ കടന്നുപോയ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ നല്ല തയ്യാറെടുപ്പ് അതിനുണ്ടാവണം. ഹജ്ജിന് പോണ ഒരാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ശാരീരികമായി, മാനസികമായി, ആത്മീയമായി വ്യത്യസ്തങ്ങളായ തയ്യാറെടുപ്പിന്റെ ഒടുവിലാണ്, എത്രയോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തയ്യാറെടുപ്പിന്റെ ഒടുവിലാണ് ആകെ 5-6 ദിവസം നീണ്ടു നിൽക്കുന്ന ഹജ്ജിന്റെ പരിപാടി നടക്കുന്നത്. ഇത്രയും നാള് അതിനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ തയ്യാറെടുപ്പും ഇബാദത്താണ്. സൽക്കർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഇബാദത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് വലിയ പ്രധാനപ്പെട്ട. അപ്പൊ റമദാൻ എന്താ? നമുക്കറിയാം റമദാൻ അല്ലേ, പടച്ച റബ്ബേ, സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കുന്ന, നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്ന, സർവാധിനാഥനായ പടച്ച തമ്പുരാൻ തന്റെ മുഴുവൻ അടിമകൾക്കും സർവ പാപങ്ങളും പുറത്തു കൊടുക്കാൻ പോകുന്ന, സ്വർഗപ്രവേശനത്തിനുള്ള അർഹത ഞാൻ നേടിയെടുക്കാൻ പോകുന്ന മനുഷ്യ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവ വികാസം ലോകത്ത് നടക്കാൻ പോവാണ്. ഈ എന്റെ ജന്മം സഫലമാകാൻ, ഈ ഭൂമിയിലെ എന്റെ ജീവിതം സാർത്ഥകമാകാൻ ഉപകരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. അതിനുവേണ്ടി തയ്യാറെടുപ്പുണ്ടാകട്ടെ. അലസരാവരുത് കേട്ടോ. നമ്മളെ ഒന്ന് ഉണർത്തണം. അയ്യക്കല്ലാഹുലഹു എന്നൊക്കെ ഉണ്ടല്ലോ ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബക്കാരൊക്കെ ഉണർത്തിന. എന്ന് പറഞ്ഞാൽ നല്ല ആവേശഭരിതരായി ഉണർന്നെണീക്കേണ്ടുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ സന്ദർഭമാണ് ഈ കടന്നു വരുന്ന വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റമദാനിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റമദാനുമായി അതിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് റമദാൻ നമുക്ക് സാർത്ഥകവും സഫലവുമായ ഒരു സംഗതിയായിട്ട് മാറുക. റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പല പല കാര്യങ്ങളും ഉണ്ടോ. നമ്മൾ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ മുതൽ തയ്യാറെടുപ്പ് ഉണ്ടാകേണ്ടതാണ്. പ്രാഥമികമായ കാര്യങ്ങൾ മുതൽ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മളൊക്കെ റമദാന് മുന്നോടിയായി മുൻകാലങ്ങളിലൊക്കെ, ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെന്നാ നമ്മുടെ ധാരണ, വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതൊക്കെ ഇട്ടൊക്കെ വെക്കും. അങ്ങനെ വേണം. കാരണം വലിയൊരു കാര്യം നടക്കാൻ പോലെ ഈ വൃത്തി വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ കേട്ടോ. അത് ചെറിയൊരു കാര്യമൊന്നും അല്ല. അത് വൃത്തിയും വെടിപ്പും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈമാനിന്റെ നേർപാതി എന്ന് അതിനെ കുറിച്ച് പറഞ്ഞത് അത്തഹൂറു ശത്റുൽ ഈമാൻ. ഈമാനിന്റെ നേർപാതിയാണ് വൃത്തിയും വെടിപ്പും എന്ന് പറഞ്ഞത്. എപ്പോഴും മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഇടം, അയാളുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയും വെടിപ്പും ഭംഗിയും ഉള്ളതായിരിക്കണം. അതൊന്നും ഒരു ആഡംബരം തൂർത്തൊന്നും അല്ല കേട്ടോ. ചില ആളുകൾക്കൊക്കെ അങ്ങനെയുണ്ട്. നല്ല നല്ല പെയിന്റൊക്കെ ചെയ്യണം, നല്ല ഭംഗിയുള്ളതായിരിക്കണം എന്നെല്ലാം, മനോഹരമായിരിക്കണം. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. വൃത്തിഹീനമായതെന്തോ കാര്യപ്പെട്ടാണെന്നാ. പഴയ കാലത്തൊക്കെ അങ്ങനെയുണ്ട് ചില പരിപാടികൾ. അപ്പൊ കാര്യപ്പെട്ട ആളുകളുടെ പ്രത്യേകത കുളിയും തന്നെ ഇല്ലാണ്ട് നടക്കാന്നുള്ളതാണ്. അപ്പൊ ആൾ ഔലിയ പരിവേഷം കിട്ടും. ആ ജാതിയൊക്കെ ഇടപാടൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല കാര്യമായിട്ട്. വൃത്തിയും വെടിപ്പും ഇല്ലാതെ തന്നെ ദീനിൽ തന്നെ ഒരു സ്ഥാനം ഇല്ലാതെ നല്ല വൃത്തിയും വെടിപ്പും ഉള്ള മനുഷ്യരാണ് നമ്മള് അല്ലേ. കുളി ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമാണ്. കുളി, വൃത്തി, വെടിപ്പ് എന്ന് പറഞ്ഞ സംഗതി. നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഹുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ നമസ്കാര വേളയിലും ഭംഗിയുള്ളവരാകാൻ പറയാം. എല്ലാ നമസ്കാര വേളയിലും ഭംഗിയുള്ളവരാകണം. എന്തെങ്കിലുമൊക്കെ വലിച്ചുകൂറ്റി ഓടി വന്നാൽ പോരാ. ഡ്രസ്സൊക്കെ ഇസ്തിരിട്ട് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട് ഈ വീടുകളിൽ. സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ഒരു സംഗതി, നിസ്കാരക്കുപ്പായം ഉണ്ടാവും. അങ്ങനെയൊന്നും അല്ലെന്നേ. അതിന്റെ ഒരു കോലം എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കാലത്തൊന്ന് കഴുകണ ഒരു സാധനം. കാരണം നിസ്കാരത്തിന് മാത്രം ഇങ്ങനെ ഇടുക, പിന്നെ മടക്കെട്ടി ചുട്ടുകൂട്ടി ഏറെ അറിയാതെ അവിടെ കിടക്കും. ഇങ്ങനെയുള്ള സാധനമാണത്. അങ്ങനെയല്ലത്. ആ വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം. അത് കഴുകി ഇസ്തിരി ഇട്ട് നല്ല വൃത്തിയും വെടിപ്പും ഭംഗിയിലും അങ്ങനെ തന്നെ അത് വേണ്ടത്. ആര് ചെയ്യണപ്പോ അതൊക്കെ നമുക്കല്ലേ ഖുർആന്റെ കൽപ്പനയാ. ഹുദൂ സീനത്തക്കും. വൃത്തി വെടിപ്പ് ഭംഗിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. നല്ല വൃത്തിയും വെടിപ്പും ഭംഗിയുമുള്ള മനുഷ്യരായിരിക്കണം. എന്തെല്ലാം നിർദ്ദേശങ്ങൾ അതിന് തന്നിട്ടുണ്ടെന്ന് അറിയും.
ശരീരത്തെയൊക്കെ വൃത്തിയാക്കി വെക്കാനുള്ള എത്രയോ നിർദ്ദേശങ്ങളാണ് ഫിത്രത്തിന്റെ ഭാഗമെന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വൃത്തിയും വെടിപ്പും നമുക്ക് വേണം. നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയും വെടിപ്പുള്ളതായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈമാന്റെ ഭാഗമായിട്ട് നമുക്കൊരു അത്ഭുതമുള്ളൊരു കാര്യമാണ് അതൊക്കെ കേട്ടോ. ഇമാത്തത്തുൽ അതാണ് തരിക. ഈമാനിന് 70-ലേറെ ശാഖയുണ്ടെന്ന് പറഞ്ഞു. അത്ഭുതമാണത്. 70-ലേറെ ശാഖയുണ്ട് ഈമാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിലൊരു കാര്യം പറഞ്ഞത് എന്താ? അഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ പട്ടികയിൽ അവസാനം വരുന്നതോ ഈമാന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇമാത്തത്തുൽ അദാഇനി ത്വരീഖ്, വഴിയും വഴിയോരങ്ങളും വൃത്തിയാക്കി വെക്കലാണത്. പ്രയാസകരമായ കാര്യങ്ങളൊക്കെ അവിടെ നീക്കം ചെയ്യണം. വഴിയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്തൊക്കെ അങ്ങനെ ആയിരിക്കണം. മുസ്ലിങ്ങളുടെ ഒരു ഐഡന്റിറ്റി അതാണ്. അവർ ഭയങ്കര വൃത്തിയുള്ള മനുഷ്യരാണ്. അങ്ങനെ ആകണം, അങ്ങനെ ലോകം അവരെ കുറിച്ച് പറയണം എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ ദീൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ, ഞാൻ പറയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം പണിയല്ല കേട്ടോ ഇത്. നാളെ ഇത് ശനിയാണ്, മറ്റന്നാൾ ഞായറാഴ്ച വരിക, ഒരു ദിവസം ലീവൊക്കെ എടുക്കണം. ഒരുപാട് തിരക്കാണ് എല്ലാവർക്കും. അപ്പം എന്തിനു വേണ്ടി? വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ നമ്മൾ നടക്കണം. പണിക്കാരുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. തട്ടിക്കുടഞ്ഞ് തുറക്കി എല്ലാം നല്ല വൃത്തിയും വെടിപ്പുള്ള. കാരണം എന്താ, റമദാനെ സ്വീകരിക്കുക അതൊക്കെ ഒരു വല്ലാത്തൊരു സംഗതിയാണല്ലോ. അള്ളാഹുവിന്റെ ഷിആറുകളെ ഒരാൾ ആദരിക്കുക എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഭയങ്കരമായ സന്തോഷം അയാൾക്ക്, ഭയങ്കരമായ സന്തോഷം. റമദാൻ കടന്നു വരികയാണ്, അതിനോടുള്ള വല്ലാത്ത ആഗ്രഹം, ഭയങ്കരമായ ആദരവ് ഒക്കെ ഹൃദയത്തിൽ. അത് തഖ്വയുടെ ഭാഗമാണ്. റമദാൻ വരികയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ മാത്രം ഒരു പണിയായിട്ട് മാറ്റുന്നതിന് പകരം നമുക്കും അതിന്റെ പ്രതിഫലം, അതിൽ പങ്കാളികളാകണം. എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിന്റെ ഭാഗമാകണം. ഞാൻ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല എന്ന് പറയാണ്. ഇത് പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. ഈ വൃത്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പള്ളിയുമായി ബന്ധപ്പെട്ടും പള്ളിയും പരിസരങ്ങളൊക്കെ വൃത്തിയും വെടിപ്പൊക്കെ ആക്കുകയാണ്. നമ്മൾ പെയിന്റൊക്കെ ചെയ്തൊക്കെ നല്ല ഭംഗിയാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അതിനകത്ത് പങ്കാളികളാകേണ്ടുന്ന സംഗതിയുമാണ്. എന്ന് മാത്രമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല വൃത്തിഹീനമായ ഇടങ്ങൾ. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമല്ല. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അക്കല മിൻ ഹാദിഹിൽ ബഖല അസൂം, ഈ ഉള്ളി പോലുള്ള അതൊക്കെ ചേർത്തുള്ള ഭക്ഷണങ്ങളോ, പഴയ ഒരു രീതിയാണ്, അന്നത്തെ നമുക്ക് അപരിചിതമായ കാര്യമാണ്. അത് കഴിച്ചിട്ട് വരുന്ന ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യഖറബന്ന മസ്ജിദന, നമ്മുടെ പള്ളിയിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. വായിൽ സ്മെല്ലുള്ള ആളുകളെ, വായിൽ നിന്ന് ദുർഗന്ധം വരുന്ന ആളുകളില്ലേ, പള്ളിയിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു റസൂൽ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വൃത്തിയാണ് ഈ ദീനിന്റെ പ്രത്യേകത. വീടിയും വലിച്ച് പുകയും വലിച്ച് അടുത്തേക്കുന്ന ആൾക്ക് നിൽക്കാൻ പറ്റണില്ല, ആകെ വേർപ്പിന്റെ സ്മെല്ല്, അങ്ങനെയൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഉണ്ട് കുട്ടികളൊക്കെ കാണാം ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഫുട്ബോൾ കളിച്ചിട്ട് വരുന്നവരവാണ്. അപ്പൊ അത് നമസ്കാരത്തിന് മുമ്പ് ഒരു അല്പസമയം മുമ്പ് നിർത്തി വീട്ടിലൊന്ന് പോയി ദേഹത്തിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി, അങ്ങനെയാ എൻ്റെ രീതി അങ്ങനെയാ. എന്തറിയോ, ആളുകളെ അസ്വസ്ഥപ്പെടുത്താൻ പാടില്ല. ആർക്കും ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഒരു മോശമായ അനുഭവമാകാൻ പാടില്ല. എന്ന് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈനൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം, മനുഷ്യന് പ്രയാസകരമാകുന്നതെല്ലാം മലക്കുകൾക്കും പ്രയാസകരമാകും. നമ്മുടെ നമസ്കാര വേളയിൽ നമ്മളോടൊപ്പം മലക്കുകളും നമസ്കാരം നിർവഹിക്കുകയാണ്. അവർക്ക് അസ്വസ്ഥതയാണ്, അവർക്ക് ദുർഗന്ധം, അവർക്ക് ഇഷ്ടമല്ല. വൃത്തിഹീനമായ ഇടങ്ങൾ മലക്കുകളുടെ സ്ഥലമല്ല, ഇബ്ലീസിന്റെ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് വൃത്തിഹീനമായ ഇടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് ആ മലക്കുകളെയും കൂടി സ്വീകരിക്കാനാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതാക്കി നമ്മൾ വെക്കുന്നത്. അതതിൻ്റെ രീതിയാണ്, അതിൻ്റെ രീതിശാസ്ത്രമാണ്. അപ്പോൾ റമദാനിന്റെ മുന്നൊരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൊന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അത് ബാഹ്യമാണ്. ബാഹ്യമായി നേരത്തെ പറഞ്ഞ പോലെ കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ നിസ്കാരക്കുപ്പായവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീട്ടിലെ മുസല്ല, ആ കീറിയ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം മേടിക്കണം. അതൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. റമദാൻ വരെയല്ലേ, ഖുർആൻ വേണം, ഖുർആൻ മേടിക്കണം. വീട്ടിലെ എല്ലാവർക്കും അതാ ഖുർആനില്ല. മക്കളെല്ലാവരും വിളിച്ചിരുത്തി ഗൃഹയോഗമൊക്കെ നടത്തണം, തയ്യാറെടുപ്പാണത്. എല്ലാവരും ഒന്ന് കൂടിയിരിക്കണമെന്നേ വീട്ടിലെ. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ്. മക്കളെയൊക്കെ ഒന്ന് വിളിച്ചടുത്തിരുത്തി ചില വർത്തമാനമൊക്കെ പറയണം. മക്കളെ റമദാൻ വരികയാണ്. റമദാൻ മാത്രമല്ല, പരീക്ഷയും നടക്കുകയാണ് ഇപ്പോൾ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിലൊക്കെ
ഉന്നതമായ വിജയം നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതും ഇസ്ലാമിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണത് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് വിശദീകരിക്കാൻ സമയമില്ല ഇതോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം അവരെയൊക്കെ ഒന്ന് കൂട്ടിയിരുത്തണം, ഇത്തവണത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് ഇത്തവണത്തെ കാര്യങ്ങളൊക്കെ? തറാവീഹ് നമസ്കാരത്തിന്റെ കാര്യം. അപ്പോൾ ഒരാൾ പറയുന്ന പരീക്ഷയുണ്ട്, മൂന്നാമത്തെ ദിവസം മുതൽ പരീക്ഷ തുടങ്ങി, അഞ്ചാമത്തെ ദിവസം മുതൽ പരീക്ഷ തുടങ്ങണം, വിഷമമായി. അപ്പോൾ നമ്മൾ അവരോട് പറയണം, വലിയ ബുദ്ധിമുട്ടാണ്, റമദാനും വന്ന് എന്ത് ചെയ്യാനാണ്, നമുക്കൊക്കെ ദുആ ചെയ്യാം അല്ലാഹുവിനോട്. എൻ്റെ മക്കളൊരു കാര്യം ശ്രദ്ധിക്കണം, ചെയ്യണം, ഖുർആൻ ഓതണ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും പഠനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടികൾ ഖുർആൻ ഓതണം. നമ്മുടെ വീട്ടിൽ ഈ റമദാൻ ഖുർആനുള്ളൊരു വീടായിരിക്കണം. മക്കളോട് പറയാം, ഇങ്ങനെ എല്ലാവരും ഒന്ന് കൂടിയിരിക്കണം. ഇത് ഖുത്ബയും കേട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ പോരാ, വീട്ടുകാരെല്ലാം അറിയട്ടെ. എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ നമസ്കാരത്തെക്കുറിച്ച് തറാവീഹ് നമസ്കാരമുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പിന്നെ പരീക്ഷ പിറ്റേ ദിവസമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, നോമ്പിൻ്റെ ക്ഷീണവും കൂടി ആകുമ്പോൾ പറ്റാണ്ടാവും. അപ്പോൾ അവർക്ക് ഇളവുണ്ട് കേട്ടോ, ഇളവുണ്ട്. പഠനമല്ലേ, പഠിക്കാൻ വേണ്ടിയാണ്, ഇളവുണ്ട്. ആ കാര്യങ്ങളൊക്കെ തീരുമാനമായി. അപ്പോൾ എപ്പോഴാണ് അവൾ പോവുക, എന്താ എൻ്റെ കാര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ ഒന്നായി. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗപ്പെട്ട. അതിന്റെ കൂടെ എന്താണ്, ഖുർആന്റെ കാര്യം നോക്കി. അപ്പൊ ഖുർആൻ എല്ലാവർക്കും ഇല്ല. അപ്പൊ ഖുർആൻ മേടിക്കണം, ഖുർആൻ വേണം, മേടിക്കണം. അപ്പൊ തീരുമാനമായി. ആരോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് 2 മണി. അപ്പൊ അതില്ല, ഇപ്പൊ ആരും കൊണ്ടുവരലും ഇല്ല, ഖുർആൻ വാങ്ങലും ഇല്ല. ഖുർആൻ ബോധപൂർവ്വം വാങ്ങുന്ന ആളുകൾ വളരെ കുറവാണ്. അത് വാങ്ങണം, കേടുവരുത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് പഴകിയൊക്കെ പോയി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഭാഗം റമദാന് വേണ്ടിയാ. റമദാൻ ഖുർആന്റെ മാസമാണല്ലോ. അപ്പൊ ഖുർആൻ മേടിച്ചു, മുസല്ല മേടിച്ചു, അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു. മക്കളിലപ്പോൾ ഒരാൾ പറയുന്നു, എൻ്റെ സ്കാരക്കുപ്പായ കയറിയിരിക്കുന്നു, മോള് പറയണം. അപ്പൊ അത് നമുക്ക് മേടിക്കണം. അപ്പൊ നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലോ, എൻ്റെ കുട്ടി ഒരു കാര്യം ചെയ്യും, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല, അങ്ങനെയുണ്ട് സംഗതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിയിട്ട് നമുക്കൊന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കാം, ഒന്നൊന്നില്ല ലെവലാക്കണം. അത് പരിഗണിക്കണം. വൃത്തിയും വെടിപ്പുള്ള റമദാൻ, മനോഹരമായ റമദാൻ, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന റമദാൻ. റമദാനെ കുറിച്ച് പറയുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ഉപേക്ഷയൊന്നും വരുത്തുവാൻ പറ്റാട്ടോ. അതെൻ്റെ കൂടെ പറയണം. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ആലോചന വരണം വീട്ടിൽ. നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. അത് ഈ പറയണേ കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിച്ച് ശരീരം കേടുവരുത്തരുന്നേ ഉള്ളൂ. അതിന് വല്ലാത്ത ലാളിത്യമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും വൈകുന്നേരം കഞ്ഞിയും പയറും മാത്രം കഴിച്ചാൽ മതി. റമദാനൊക്കെ അല്ലേ, തിന്നാനുള്ള മാസമാണെന്ന് ചോദിക്കണ്ട. അതിനും കൂടിയാ ഞാൻ പറഞ്ഞത്. തിന്നാനുള്ള മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരം വെളുക്കോളം എപ്പോഴും പട്ടിണി ഇരിക്കാന്നുള്ളതല്ല. നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നല്ല വേണം നോമ്പ് നോക്കാൻ. നോമ്പിൽ അങ്ങനെയാണ്, രാത്രി നല്ല ആരോഗ്യദായകമായ ഭക്ഷണം കഴിച്ചാലേ പിറ്റേ ദിവസം അല്ലെ 3-ാമത്തെ ദിവസം നമ്മൾ കിടപ്പിലാവും. വയ്യ, ഖുർആനോദാൻ എടുക്കുമ്പോൾ തന്നെ തളർന്നു പോവാണ്, എന്തോ സംഭവിക്കണം. അങ്ങനെയല്ല. അപ്പൊ എന്തുവേണം, ഈത്തപ്പഴം കഴിക്കാനൊക്കെ പറഞ്ഞെന്താ, നല്ല അയൺ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള, രക്തമൊക്കെ കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന, അങ്ങനെയാ. അപ്പൊ അതൊക്കെ വേണം, അങ്ങനെ കഴിക്കണം. ഓവറായി കഴിച്ച് ആരാധനയും അനുഷ്ഠാനങ്ങൾക്കും തടസ്സമാകും വിധം, ആരോഗ്യത്തെ കേടുവരുത്തും വിധം കഴിക്കരുതെന്നുള്ളൂ. അത് നമ്മൾ കറക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭക്ഷണം തന്നെ സാധ്യമാകും വിധമൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് വീടുകളിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമൊക്കെ ഉണ്ടാക്കി, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അതിന്റെ സംഗതികളൊക്കെ ഒരു ഭാഗത്ത് വരണം. അപ്പോൾ ബാഹ്യമായി ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിപ്രധാനമായ സംഗതിയാണ് ആന്തരികമായ തയ്യാറെടുപ്പ്. ഈമാന്റെ കരുത്ത് വേണം കേട്ടോ. ഈമാൻ ഇല്ലാത്തവർക്ക് ഒരു പരിപാടി നടക്കില്ല. അപ്പൊ ഈമാൻ ഉണ്ടോന്ന് എങ്ങനെ അറിയാം? അത് വലിയ സംഗതി അല്ലേ. ഈമാൻ അനുഭവമാണ്. നമ്മൾ കടന്നുപോയ ഖുത്ബയിലൊക്കെ പറഞ്ഞ ഈമാൻ വലിയ അനുഭവമാണ്. ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. ഇതൊന്നും ഉറപ്പിച്ചാൽ മതി. എന്താ അവിടെ പറഞ്ഞത്? ഈമാൻ, ഈമാനിന്റെ മധുരം ആസ്വദിച്ചു. ആരാ? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവർ. എൻ്റെ റബ്ബിൻ്റെതാണല്ല. അള്ളാഹുവേ, സംതൃപ്തനാണ് അള്ളാഹ് ഞാൻ, സന്തോഷവാനാണ് അള്ളാഹ് ഞാൻ, പരാതിക്കാരനല്ല പടച്ചവനെ ഞാൻ. ഇങ്ങനെ ഇത് ഹൃദയ വികാരമാണ് നമ്മുടെ. ഇങ്ങനെ പോണം. അപ്പൊ എന്തായി? നല്ല അള്ളാഹുവിൽ സംഭവിച്ച അതാ ഈമാന്റെ അടയാളം. പരാതിയോ അവലാതിയോ ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ശുക്രിന്റെ മാനസികാവസ്ഥയാണ്, ശുക്രാണ്, നന്ദി മാത്രമേ ഉള്ളൂ. റബ്ബേ, നീ ചെയ്തു തന്ന എന്തെല്ലാമാണ്. പടച്ചവനെ തിരിച്ചു തരാൻ അല്ല ചെയ്യാൻ, ഒരു നന്മ പോലും ചെയ്യാൻ കഴിയാതെ പോയ മനുഷ്യനാണല്ലോ ഞാനെന്ന വേദനയേ ഉള്ളൂ. ഇനി എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല പടച്ചവനെ കേട്ടോ. അങ്ങനെയാ. അവിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിലെ ദീനായി സംതൃപ്തി സംഭവിച്ചു. അല്ലാ, നിന്റെ ദീൻ ഇസ്ലാം. അത് ദീർഘമായി പറയേണ്ട കാര്യങ്ങളാണ്,
സന്തോഷവാനാണ് പഠിച്ചവനെ, എന്നെ നീ ഒരു മുസ്ലിം ആക്കിയല്ലോ, ഇതില്ലായിരുന്നു എങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. അബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അല്ലാഹു റസൂലുമായിട്ടുള്ള ഗാഢമായ ബന്ധം, ഇതൊക്കെ ആയിട്ട് സംഗതി. അപ്പോ അതങ്ങനെ ഉണ്ടാകണം. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി വെറുക്കുന്ന, അല്ലാഹുവിന് വേണ്ടി നൽകുന്ന, അല്ലാഹുവിന് വേണ്ടി തടയുന്ന എല്ലാം അല്ലാഹുവാണ്. എൻ്റെ റബ്ബിന്റെ പ്രീതിയും തൃപ്തിയുമാണ് എല്ലാറ്റിൻ്റെയും പ്രധാനം. എൻ്റെ സ്നേഹബന്ധമാകട്ടെ, എൻ്റെ സകല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ അല്ലാഹുമായി ഗാഢമായ ബന്ധമുള്ള നല്ല ഈമാനിന്റെ ഉടമകളാണ്. കടന്നുപോയ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഈമാൻ നമ്മുടെ അനുഭവമായി മാറണം, അല്ലേ? അല്ലാഹുവിന്റെ കാരുണ്യവും വാത്സല്യവും സ്നേഹവും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ്. വിശുദ്ധ ഖുർആനിനെ അനുഭവിക്കുന്ന അവസ്ഥയുടെ എൻ്റെ റബ്ബിൻ്റെതാണത്. അതാ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഈമാൻ. എൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ലാഹു റസൂൽ. അല്ലാഹു റസൂൽ അത് ഇഷ്ടമല്ല, അല്ലാഹു റസൂൽ ഇത് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയാ ആ ഒരു വികാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പമാണ് നമ്മുടെ യാത്രയെങ്കിൽ അതിന്റെ പേരാണ് ഈമാൻ. അങ്ങനെ കേട്ടോ. അപ്പൊ ഈമാനിന്റെ ഹൃദയാവസ്ഥയോട് കൂടി വേണം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഇനി അതുമാത്രം പോരാ കേട്ടോ, ഈമാന്റെ പ്രകടരൂപങ്ങൾ കടന്നുപോയ ഖുത്ബയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും സഹാബി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാ റസൂലേ? ഏറ്റവും നല്ല മനുഷ്യനാരാ? മൂപ്പർക്ക് അങ്ങനെ ആകാൻ വേണ്ടി ചോദിച്ചാട്ടോ, അല്ലാണ്ട് നമ്മളെ പോലെ ചോദ്യോത്തരം കേട്ടിട്ട് ആരോട് പറഞ്ഞു കൊടുക്കാൻ പോയതല്ല. അദ്ദേഹത്തിന് ആഗ്രഹം എനിക്ക് അങ്ങനെയാണ്. സഹാബാക്കൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട്, അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാ, എനിക്ക് അങ്ങനെ ആകണം. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും നല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാ? വലിയ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. മഹ്മൂമുൽ ഖൽബായ സദൂഖുൽ ലിസാനായ മനുഷ്യരാണ് അവർ എന്ന് പറഞ്ഞു. സഹാബാക്കൾ പറഞ്ഞു, ഖാലു അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് എന്തറിയാം? സദൂഖുൽ ലിസാൻ നഅരിഫുഹു. സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ അറിയാം, സത്യം മാത്രം പറയുന്ന മനുഷ്യരാണത്. കുറച്ച് മുമ്പ് ഒരു ഖുത്ബ നമ്മൾ പറഞ്ഞിരുന്നു, അത് സംബന്ധിച്ചല്ലേ? സത്യസന്ധരാകണം ജീവിതത്തിൽ നമ്മൾ ഖുത്ബയോടെ പറഞ്ഞിരുന്നു കുറച്ച് മുമ്പാ, ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പൊ സത്യസന്ധരായിരിക്കണം, നാവ് സത്യസന്ധമായ നാവിന്റെ ഉടമയായിരിക്കണം. അത് ഞങ്ങൾക്ക് മനസ്സിലായി റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഞങ്ങൾക്ക് ഈ മഹ്മൂമുൽ ഖൽബ് ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. മഹ്മൂമുൽ ഖൽബ് ആരാണെന്ന് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഹുവ അത്തഖിയു, അത് തഖ്വയുള്ള മനുഷ്യരാണ്, ഹൃദയത്തിലെ റബ്ബുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. അന്നഖിയു, വിശുദ്ധരാണ്. ലാ ഇസ്മ ഫീഹി, അതിൽ പാപങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള ഹൃദയമാണെന്ന് പറഞ്ഞു. നിർത്തിയില്ല. വലാ ബഗയ, പിന്നെന്തില്ല അതിനകത്ത്? ആരോടും അവർക്ക് എന്തില്ല? ശത്രുതയില്ല. വലാ ഇല്ല, പകയില്ല. വലാ ഹസദ, അസൂയയില്ല. ആരോടും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇത് റമദാൻ വരും മുമ്പ് കടന്നുപോയ ഖുത്ബയിൽ നമ്മൾ പ്രത്യേകം നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒക്കെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചിട്ടേ കടക്കാൻ പാടുള്ളൂ കേട്ടോ. പരിഹരിച്ചിട്ടേ കടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെടാതെ പോകും. ആരോടും പകയും അസൂയയും ശത്രുതയും, ഹൃദയം വിശുദ്ധിയാകുന്ന അതൊക്കെ ഒഴിവാകുമ്പോഴാ. അതിലെ വിശദാംശങ്ങൾ വേറെ പറയേണ്ട സംഗതികളാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നീ നിനക്ക് വേണ്ടി എന്തെല്ലാമാണോ ഇഷ്ടപ്പെടുന്നത് അത് മുഴുവനും നിന്റെ സഹോദരനും ഉണ്ടാകാൻ നീ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. കടന്നുപോയ ഖുത്ബയിൽ നമ്മളത് കുറച്ച് വിശദമായി തന്നെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തുഅറദുൽ അഅമാലു ഫീ കുല്ലി യൗമി ഖമീസിൻ വസ്നൈൻ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അല്ലാഹുവിന്റെ മുന്നിൽ മുഅ്മിനീങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഹാജരാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ഫീ ദാലിക്കൽ യൗം ലികുല്ലി ഇംറിഇൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്ത സകല മനുഷ്യർക്കും ആ ദിവസങ്ങളിൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അതൊക്കെ? തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ റബ്ബിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല അന്ന് പുറത്തു തരുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി, ഒരാൾക്ക് മാത്രം പുറത്തു കിട്ടില്ല. അല്ലാഹു അത് പരിഗണിക്കില്ല. റബ്ബിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുക പോലും ഇല്ല. ശ്രദ്ധിക്കണം കേട്ടോ. ആരാ അവര്? ഇല്ലംറഉൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹനാ. തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ഇടയിൽ എന്തോ ഒരു പിണക്കമുള്ള മനുഷ്യൻ, എന്തോ ഒരു പ്രശ്നം, സ്വസ്ഥത, അത് പല രൂപത്തിലാകും.
അങ്ങനെയുള്ളവരുടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഇത് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം പരിഗണിക്കാം. ഇപ്പൊ റമദാനിൽ നമ്മൾ അങ്ങനെയാ കിടക്കുന്നതെങ്കിൽ നമ്മുടെ റമദാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള വലിയ സാധ്യതയുണ്ട്. എല്ലാവർക്കും പുറത്തു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പുറത്തു കൊടുക്കും. നമ്മൾക്ക് റമദാൻ വരുമ്പോൾ പാപമോചനമാണല്ലോ പ്രധാനം. നമ്മുടെ പാപങ്ങളെല്ലാം റബ്ബ് നമുക്ക് പുറത്തു തരണ്ടേ? അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്ന മനുഷ്യരാകണം എന്നാണ്. ഖുർആൻ നമുക്കറിയാലോ, മുസ്തഹബിനു ഉസാസ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു സഹാബി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്യുന്നുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. മകൾക്കെതിരെ, സ്വന്തം മകൾക്കെതിരെ ദുരാരോപണം പറഞ്ഞ് വരുത്തിയാൽ നമുക്ക് എന്തോ ഒരു ദേഷ്യവും പകയില്ലേ ഇല്ലാത്ത, അത്രയും വിശുദ്ധയായ മോളും കൂടിയാണ്. ആരോ പറഞ്ഞു കേട്ടിട്ട് അതിന്റെ പിന്നാലെ നമുക്കറിയാല്ലേ, സംഭവം അറിയാല്ലേ. അവസാനം നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഖുർആനായത്ത് അവതീർണമായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമമായി. അത് പറഞ്ഞു വരുത്തിയവരുടെ കൂടെ ആരുണ്ടെന്ന് പറയും. ആരൊക്കെയുണ്ട്? അദ്ദേഹം സംരക്ഷിക്കുന്ന ആളുകൾ വരെയുണ്ട്. അദ്ദേഹം ആണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സംരക്ഷണമില്ല കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ഇനി അവർക്കൊന്നും ഞാനൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. സങ്കടം കൊണ്ട്, പിതാവിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. പിതാവിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. അത്രമാത്രം ക്രൂരമായ അപരാധമാണ് അവർ ചെയ്തു വെച്ചത്. അത്രമാത്രം വിഷമിപ്പിച്ചു വേണം. നമുക്കൊക്കെ ജീവിതകാലമല്ലേ, എത്ര തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന പകയായിരിക്കും അത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പറഞ്ഞ അപവാദം പറഞ്ഞ് പരത്തി നാശമാക്കിയല്ലേ, ചിന്തിക്കാൻ പറ്റുമോ? അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കെതിരെ, മകളാണ്, അത് വിശുദ്ധിയുടെ പര്യായമായ സാധുവാണ്, അതിനെതിരെ പറഞ്ഞു വരുത്തുക. തെറ്റുകളെ കുറിച്ച് ചിന്ത പോലും ഇല്ല, അങ്ങനെ ആളുകളെ കുറിച്ച് പറഞ്ഞത്. എന്തുമാത്രം വിഷമമുണ്ടാവും അല്ലേ? അള്ളാഹുത്തല അവിടെ ഇടോട്ട് അങ്ങനെ പറയല്ലേ. അത് വിവരമില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നില്ല. അത് അള്ളാഹുത്തല അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? അവർക്കൊക്കെ പുറത്തു കൊടുക്കുന്നേ. ആരോട് പറയാ? പുറത്തു കൊടുക്കൂ. എന്നിട്ട് പറഞ്ഞു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് ജീവിതത്തിൽ? എന്തൊക്കെ നിങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്? ആരോ ഒരാൾ ചെയ്ത ഈ ചെറിയ കാര്യം പോലും പുറത്തു കൊടുക്കാൻ കഴിയാത്ത നിനക്ക് പടച്ച റബ്ബ് എങ്ങനെയാ പുറത്തു തരിക? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ അർത്ഥത്തിലുള്ള നല്ല മാനസികാവസ്ഥയോടെ വേണം വിശുദ്ധ റമദാനിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുക. അവിടെ നല്ല തയ്യാറെടുപ്പ്, നമ്മുടെ എല്ലാം വൃത്തിയാക്കി ശുദ്ധിയാക്കി, നേരത്തെ പറഞ്ഞതുപോലുള്ള ആന്തരികവും ബാഹ്യവുമായ എല്ലാ തയ്യാറെടുപ്പുകളോടെയും വിശുദ്ധ റമദാനിലേക്ക് കടക്കണം. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്, ഒരാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. സർവാധിനാഥനായ പടച്ച റബ്ബ് കടന്നു വരുന്ന വിശുദ്ധ റമദാനിനെ അതിൻ്റെ ഒരു പോരായ്മയും വരാത്ത വിധം ഏറ്റവും നന്നായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഉപയോഗപ്പെടുത്താനും ഒക്കെയുടെ സൗഭാഗ്യം നൽകാൻ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس، أوصيكم عباد الله وإياي بتقوى الله، واعلموا أن الله تعالى صلى على نبيه قديما فقال تعالى: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين، عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى، وعن بقية الصحابة والقرابة كلهم أجمعين، وعن التابعين وتابع التابعين وتابعين بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു മത പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ പഴയ അൽമനാർ മദ്രസ സ്ഥിതി ചെയ്യുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ 2 പണ്ഡിതന്മാരാണ് 2 ദിവസങ്ങളിലായി നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ ഇൽമ നേടിയെടുക്കാനുള്ള അവസരങ്ങളൊന്നും
പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ പങ്കാളിത്തം ധാരാളമായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാകണം. വീട്ടിലുള്ള കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളെയും സാധ്യമാകും വിധമൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ടൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇഷാ നമസ്കാരത്തിന് ശേഷമാണ് നാളെ ശനിയും മറ്റന്നാൾ ഞായറും ഇഷാ നമസ്കാരത്തിന് ശേഷമാണ് പരിപാടി നടക്കുക 8:30 മണിക്ക്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ 90 വയസ്സ് പ്രായമുള്ള ഹാജറുമ്മ, അവിടെ പല ആളുകളും ജനാസയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. ബാങ്കറോട് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. 90 വർഷം എന്നൊക്കെ പറയുമ്പോൾ അല്ലാഹു തആല പ്രിയപ്പെട്ട ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ കടന്നു വരുന്ന ഈ വിശുദ്ധ റമദാനിനെ നമ്മുടെ കാര്യത്തിലൊക്കെ സ്വീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്ര അല്ലാഹു അതിനുള്ള ഉദവി നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. അള്ളാഹുവെ, ഒരു സലാമത്തായ രൂപത്തിൽ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ അള്ളാഹുവെ നല്ല ഈമാനിന്റെ ആവേശത്തിൽ പടച്ചവനെ വിശുദ്ധ റമദാനിലേക്ക് കടക്കാനും വിശുദ്ധ റമദാനെ പൂർത്തീകരിക്കാനും അള്ളാഹുവെ ഖുർആൻ പാരായണം കൊണ്ട് അള്ളാഹുവെ ഏറ്റവും ധന്യമായ ഇഹ്സാൻ നിറഞ്ഞ നോമ്പ് കൊണ്ട് നിറഞ്ഞ തറാവീഹ് നമസ്കാരങ്ങൾ കൊണ്ട് അള്ളാഹുവെ സ്വീകരിക്കപ്പെടുന്ന ദീർഘമായ പ്രാർത്ഥനകൾ കൊണ്ട് വിശുദ്ധ റമദാനിനെ ചൈതന്യവത്താക്കാനുള്ള ഉദവി നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, കടന്നു വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ പടച്ചവനെ നാളെ പരലോക നാളിൽ ഞങ്ങളുടെ പാപമോചനത്തിൻ്റെ, സ്വർഗപ്രവേശനത്തിൻ്റെ, നരകമോചനത്തിൻ്റെ കാരണമായി തീരുന്ന ഞങ്ങളുടെ ശുപാർശകനായി വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന മനോഹരമായ അവസ്ഥ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഭാവി സന്തതി പരമ്പരകൾക്ക് ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹു ഈ ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അവശവാർദ്ധക്യത്തിൽ നിന്ന്, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് പടച്ചവനെ സകല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെല്ലാവരും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന്, ദുനിയാവ്, ഇൽമ്, ഈമാൻ സർവ്വതിലും ബർക്കത്ത് നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ المؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعزنا فلا تذلنا يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.